ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. എങ്ങനെ നിനക്ക് സാധിക്കുന്നടാവേ ഇതൊക്കെ? സത്യം പറയാൻ കേട്ടാ, ലവൻ അപ്പന്റെ മകൻ തന്നെ കേട്ടോ. മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. പണ്ട് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ജഗതിയുടെ മകളെ കല്യാണം കഴിച്ച സമയത്ത് അപ്പന് പിറക്കാത്ത മകൻ എന്ന് ഈ അപ്പൻ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. 7 പ്രാവശ്യം പൂഞ്ഞാറിലെ ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ച ഈ സെപ്റ്റി ടാങ്ക് പല പാർട്ടിയിൽ നിന്നും പല തരത്തിൽ ചാടി അവസാനം ജനപക്ഷം എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. ജനവും ഇല്ല, പക്ഷവും ഇല്ല, കക്ഷവും ഇല്ലാതെ അവിടുത്തെ ജനങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ കൂട്ടത്തോടെ ലവന്റെ തന്തയ്ക്ക് വിളിച്ചത് നമ്മളെല്ലാം കേട്ടതാ. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചാണകത്തിൽ ചാടിയിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് അപമാനമായിട്ടുള്ള ഈ ഒരു മാലിന്യം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പം പൂഞ്ഞാറിലും മകൻ പാലായിലുമാണ് മത്സരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. FCR എന്ന് പറഞ്ഞൊരു നിയമം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പം കേരളത്തിലെ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എവിടുന്നെങ്കിലുമൊക്കെ ജയിച്ച് കയറാം എന്നുള്ളൊരു വ്യാമോഹമായിട്ട് BJP രംഗത്തിറങ്ങുമ്പോൾ കേന്ദ്രം 8ന്റെ പണിയാണ് ഇപ്പം ലവന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. FCRനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം BJPക്കാർ കൂത്തൽ പിടിക്കും. നമ്മുടെ ശോഭ ചേച്ചി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പൂഞ്ഞാറിന്റെ പബ്ലിക് ക്ലോസറ്റും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമ്മുടെ കോമരത്തോട് ചോദിച്ചപ്പം ലവൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട് കാണും. മെത്രാന്മാരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് അവൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിനെ തള്ളിക്കൊണ്ട് ലവന്റെ മകനും രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. എങ്ങനെ ഇവന്മാർക്ക് ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്. ഞാൻ എനിക്ക് ഒരു വർഷത്തെ കുരിശുപള്ളി നേതാവിന്റെ മുമ്പിൽ വെച്ച് പറയുന്നു, 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരു ക്രൈസ്തവനായ ഷോൺ ജോർജിന് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആത്മാഭിമാനത്തോട് ജീവിക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷവും BJPയുടെ ഭാഗമായതിനു ശേഷമാണെന്ന് പറയാൻ ഷോൺ ജോർജിന് ഒരു മടിയുമില്ല. അത് എവിടെ നിന്നും ഷോൺ ജോർജ് പറയും. തികഞ്ഞ ക്രിസ്ത്യാനിയാണ് ഷോൺ ജോർജ്, തികഞ്ഞ വിശ്വാസിയാണ്. എനിക്ക് എന്റെ വിശ്വാസങ്ങൾക്കൊപ്പം നേരെ നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷമാണ്, ഞാൻ BJPയുടെ ഭാഗമായതിനു ശേഷമാണ്. എന്തുവാടേ ഇത്? സിനിമയിൽ പോലും കാണത്തില്ല ഇത്തരം മാസ് ഡയലോഗ്. ക്രിസ്ത്യാനിയായിട്ടുള്ള ഷോൺ ജോർജ് ശിവലിംഗത്തിൽ പാലഭിഷേകം നടത്തുന്ന നിങ്ങൾ കണ്ടില്ലേ? കണ്ടല്ലോ അല്ലേ? ഇത് ഒരു ഇരട്ടത്താപ്പല്ലേ ശരിക്കും പറഞ്ഞാൽ? ഈ മതവിഭാഗത്തെ ശരിക്കും പറഞ്ഞാൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളല്ലേ ഈ കാണിക്കുന്നത്. ലവന്റെ അച്ഛൻ മുമ്പ് പറഞ്ഞത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. അതായത് രാജ്യത്തെ ഏറ്റവും ഗുണമില്ലാത്ത ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദി എന്നാ പറഞ്ഞ. ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഇപ്പൊ ലമ്മാരി കോപ്രായങ്ങളൊക്കെ ഈ വേട്ടാവളിയന്മാർ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നത്. ഇനി കേട്ടോ. സഭാധ്യക്ഷന്മാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി PC ജോർജ്. FCRയിൽ പ്രശ്നമുണ്ടാക്കുന്നത് കോൺഗ്രസ് മനോഭാവമുള്ള ബിഷപ്പുമാരെന്ന് PC ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിദേശത്തു നിന്ന് വരുന്ന പണത്തിന്റെ കൃത്യമായ കണക്ക് കാണിക്കണമെന്നാണ് നിയമ ഭേദഗതി പറയുന്നത്. ബിഷപ്പുമാർ ഇങ്ങനെ ബഹളം വെച്ചാൽ അവർക്കെന്തോ കള്ളത്തരമുണ്ടെന്ന് ജനം സംശയിക്കുമെന്നും PC ജോർജ് പറഞ്ഞു. ഒരു യുഗം ഉണ്ടാക്കുന്നില്ല, വിവരക്കേട് പലരും പറയുന്നുണ്ടല്ലോ. എന്താ അർത്ഥം? ആ ബില്ല് എന്താ കുഴപ്പം? എന്ത് വർത്തമാനാ പറയുന്നത്? ചുമ്മാ ആവശ്യമില്ലാതെ ക്രിസ്ത്യാനിക്ക് കുഴപ്പമാണ്. ഈ മതമേലധ്യക്ഷന്മാരുടെ നിലപാട് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അവരൊക്കെ പാവങ്ങളാണ്. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞു കൊടുക്കുന്ന വിശ്വസിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അല്ലേ വിശ്വസിച്ച് പാവങ്ങൾ വർത്തമാനം പറയുന്ന. സത്യം മനസ്സിലാകുമ്പോൾ അവർ തിരിച്ചു പറഞ്ഞു കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. ഈ ആരാധനാലയങ്ങളൊക്കെ മൊത്തത്തിൽ പിടിച്ചെടുക്കും എന്നുള്ളതാണ് അവരുടെ നടക്കുക. ഈ വർത്താനം പറയുന്നത് ആരാധനയെല്ലാം പിടിച്ചോണ്ട് പോവുക. ഞാൻ ഹിന്ദുക്കൾക്കില്ലേ ഇത് ആ മാതാമൃതാനന്ദമയ്ക്ക് ബാധകമാണ്, ഇവിടെ ഹിന്ദു സംഘടനകൾക്ക് ബാധകമാണ്, ക്രിസ്ത്യാനിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്, സിഖുകാർക്കും ബാധകമാണ്. അതിന് ക്രിസ്ത്യാനിക്ക് മാത്രമേ ഇത്ര വിഷമം. ഈ മണ്ഡലങ്ങളിലൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ജനങ്ങൾ ഇതേക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടോ? ഇതുവരെ ഒരു ജനം എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ പത്രക്കാർക്കും ചുരുക്കം ചില കോൺഗ്രസ് മൻഡാറ്റുള്ള ബിഷപ്പുമാർക്കും അല്ലാതെ വേറെ ആർക്കും ഒരു ആശങ്കയില്ല. എന്നോട് ഇതുവരെ ഒരു മനുഷ്യൻ ചോദിച്ചിട്ടുമില്ല. ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. ഞാൻ ഇപ്പോഴും പര്യടനത്തിൽ ഇറങ്ങാൻ പോവാ, ആരും ചോദിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? PC ജോർജിനെ തള്ളുന്നു. മകനും പാലായിലെ സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജ്. മെത്രാൻമാർ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നുവെന്ന് PC ജോർജിന്റെ അഭിപ്രായമാണെന്നും തനിക്ക് ആ അഭിപ്രായമില്ലെന്നും ഷോൺ പറഞ്ഞു. എന്നാൽ മെത്രാൻമാരുടെ പ്രസ്താവനകൾ കോൺഗ്രസ് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ചങ്ങനാശ്ശേരി ബിഷപ്പ് തോമസ് തറയിലിന് പ്രസ്താവനയിൽ വ്യക്തത വരുത്തേണ്ടി വന്നത് അതുകൊണ്ടാണെന്നും ഷോൺ ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ താല്പര്യമുള്ള മെത്രാന്മാരുണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും സഭയെ ബാധിക്കുന്ന ഇത്ര ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇത് മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കും. സഭയുടെ വക്താക്കൾ അല്ലെങ്കിൽ സഭയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകളെ കോൺഗ്രസ് വളച്ചൊടിക്കും. കഴിഞ്ഞ ദിവസം അങ്ങനെ ഉണ്ടായപ്പോൾ
ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ പോസ്റ്റ് ഇട്ടു, എന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് രാഷ്ട്രീയമാക്കേണ്ടെന്ന് പോസ്റ്റ് ഇടണമെന്ന് വന്നത്. കാരണം ആ തരത്തിലാണ് കോൺഗ്രസ് ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പൊ ഇത് വന്ന സമയം ഇലക്ഷൻ സമയമായി പോയി. കോൺഗ്രസിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള ദുർപ്രചരണങ്ങൾക്ക് അവസരം ഉണ്ടായി. പക്ഷേ ഇത്തരത്തിലൊരു സമയത്ത് പോലും ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ BJP തുനിയുന്നുണ്ടെങ്കിൽ അത് രാജ്യസുരക്ഷയ്ക്ക് എത്രമാത്രം ഭീഷണി ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനല്ലേ. ഇനി ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ജിയോടും കേന്ദ്രത്തോടും ലവൻ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതും കൂടെ ഒന്ന് കേട്ടോ. എങ്ങനെയാണ് BJP ഈ വിഷയത്തെ? ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ചു. രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. FCR എന്ന് പറയുന്നത് NGOസിന് വരുന്ന വിദേശ ഫണ്ടിങ്ങാണ്. അതിൽ ക്രൈസ്തവ സഭയ്ക്ക് യാതൊരു ആകുലതയും ആവശ്യമില്ല. കാരണം ക്രൈസ്തവ സഭയുടെ അക്കൗണ്ട്സുകൾ ക്ലീനാണ്. ഏതെങ്കിലും തരത്തിൽ തിരിമറി നടത്തുന്ന അക്കൗണ്ടുകളെ സംബന്ധിച്ച്, അതായത് ഇത്തരം ഏജൻസികൾ വഴി, ഇത്തരം NGOs വഴിയാണ് രാജ്യവിരുദ്ധ ഫണ്ടിങ് ഉണ്ടാകുന്നത്. ഈ രാജ്യവിരുദ്ധ സംഘടനകൾ ഇത്തരം NGOs വഴി ഫണ്ടിങ് നടത്തുമ്പോൾ അതിനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരുമ്പോൾ അത് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനെന്നുള്ള പ്രചരണം ഇവിടെ കോൺഗ്രസ് നടത്തുന്നതാണ്. സഭയുടെ മുഴുവൻ നേതൃത്വത്തോടും പറയുന്നു, ഒരു കാരണവശാലും ഒരു ആകുലതയ്ക്കും കാര്യമില്ല, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല. ഞങ്ങളൊക്കെ ഇവിടെ സഭയുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി എന്ത് വേണം? സഭയുടെ എല്ലാം സംരക്ഷിക്കാൻ ഈ അപ്പനും മകനും ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആരും ഒരു കാരണവശാലും ഭയക്കേണ്ട ആവശ്യമില്ല. ഈ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പീഡനങ്ങളെ കുറിച്ചിട്ട് ഈ വേട്ടാവളിയന്മാർ എന്തെങ്കിലും ഇവിടെ പറയാറുണ്ടോ? ഇപ്പം മണിപ്പൂരിനെ കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടത്തില്ല. UP-യിൽ പാവം പിടിച്ച പാസ്റ്റർമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചിട്ടൊന്നും ഈ വേട്ടാവളിയന്മാരൊന്നും മിണ്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ നല്ല രീതിയിൽ ക്രൈസ്തവ സഭകൾക്ക് പണം വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. കാരണം ഇവിടുത്തെ പള്ളിയിലെ ഓരോ അച്ഛന്മാർ വിദേശ രാജ്യങ്ങളിൽ പോകും, അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കും. അവർ കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന സഭകളിലേക്ക് അയച്ചു കൊടുക്കും. അതിലൂടെയാണ് പള്ളിയുടെ വികസനങ്ങളും പള്ളികളുടെ കീഴിൽ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ഈ ഫണ്ട് അവിടെ നിന്നും നിർത്തലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ക്ഷീണം സംഭവിക്കുമെന്നുള്ളത് സംഘിമാവന്മാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നിർത്തലാക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനൊരു നിയമം അത് കൊണ്ടുവരുന്നത്. ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും കേരളത്തിലാണെന്നുള്ളത് ഇവിടുത്തെ വിവരവും ബോധവുമുള്ള ക്രൈസ്തവ പുരോഹിതന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരിതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കും. കേരളത്തിലെ BJPക്ക് കിട്ടിയ പണി 8ന്റെ പണിയാണ്. കാരണം ക്രൈസ്തവ സമൂഹത്തിലുള്ള ആളുകൾ ഇനി BJP അംഗീകരിക്കുന്ന, നിഷ്പക്ഷമായി വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ ഇനി എങ്ങനെ BJPയെ നോക്കി കാണും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാണേണ്ടത്. എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ കണക്ക് തന്നെ പരിവാറിന്റെ ഒരു അജണ്ട എന്താണെന്നുള്ളതും RSSന്റെ അജണ്ട എന്താണെന്നുള്ളതും അരിയാഹാരം തിന്നുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാവും. അത് മനസ്സിലാക്കി വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്, അതല്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന വാങ്ങിച്ച് മിണ്ടാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം അപ്പനും മകനും ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണ്. അപ്പം പറയുന്നതിനോട് മകൻ യോജിപ്പില്ല എന്നാണ് പറയുന്നത്, മകൻ പറയുന്നതിനോട് അപ്പനും യോജിപ്പില്ല. രണ്ടുപേരും പറയുന്നതിനോട് കേരളത്തിലെ ജനങ്ങൾ യോജിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.